ഹലോ പച്ചമാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ടോവിനോ തോമസിൻ്റെ നടികർ എന്ന് പറയുന്ന മൂവിയുടെ ടീസർ റിലീസ് ചെയ്തിരുന്നു. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീകോഡിംഗ് വീഡിയോകൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നടികരെ കുറിച്ച് പറയുമ്പോൾ ലാൽ ജൂനിയർ ഡയറക്ഷൻ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് ചെയ്തതിന് ശേഷം ഉള്ള ചിത്രമാണ് നടികർ. ഏറ്റവും നടികർ തിലകം എന്നായിരുന്നു മൂവിയുടെ പേര്. പിന്നീട് ആ പേര് മാറ്റി വെറും നടികർ എന്ന് മാത്രമാക്കി. നടികരെ കുറിച്ച് പറയുമ്പോൾ ടോവിനോ തോമസ്, സോബിൻ സാഹിർ, ഭാവന, സുരേഷ് കൃഷ്ണ തുടങ്ങിയവർക്ക് പ്രധാനമായും കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. ഇതിൻ്റെ പോസ്റ്ററിലൊക്കെ നമുക്കറിയാം നടികരുടെ പേര് പോലെ തന്നെ ഒരു ഫിലിമും അതിൻ്റെ അല്ലെങ്കിൽ ചിത്രത്തിനുള്ളിലെ ഒരു ഫിലിം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അതിൽ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അതാണ് അതിൻ്റെ തീമും കാര്യങ്ങളൊക്കെ. ടോവിനോ തോമസ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് ഡേവിഡ് പടിക്കൽ എന്നാണ് മോഡ് ആദ്യ വ്യക്തിയുടെ പേര്. ഒരു സിനിമ നടനൊക്കെ ആയിട്ടാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ടീസറിൽ തുടക്കം തന്നെ ഒരു വോയിസ് ഓവറിലാണ് തുടങ്ങുന്നത്. അതായത് നഗരത്തിലൊരു തെറ്റ് കണ്ടാൽ അന്നവിടെ ഇത് നടക്കും, അത് നായകൻ്റെ കുടുംബത്തിലാണ് കലാപം നടക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അനാദി കണ്ടാൽ. അപ്പം നമുക്കിതിൽ കഥാപാത്രം എന്ന് വെച്ചാൽ ടോവിനോ തോമസ് ഒരു സിനിമ നടന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ആ വ്യക്തിയുടെ ലൈഫാണ് നടികർ എന്ന പടത്തിൽ മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു കോമഡിയും അതുപോലെ തന്നെ ആക്ഷനും പ്രാധാന്യം നൽകുന്ന മൂവി തന്നെയായിരിക്കും നടികർ എന്ന് പറയുന്ന മൂവി. കാരണം അവർ ഇമോഷൻസും ഈ നടികരുടെ ടീസർ കാണുമ്പോൾ നടികർക്ക് മുമ്പായിട്ട് കുറച്ച് 2 ദിവസം മുമ്പായിട്ട് ഇതിൻ്റെ ഒരു പാട്ട് സീൻ ഇറങ്ങിയിരുന്നു. അപ്പോൾ ഡേവിഡ് പണിക്കർ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് അദ്ദേഹം അനാഥരായി എന്നുള്ള കാര്യങ്ങളൊക്കെ പാട്ടിൽ തന്നെ വ്യക്തം തന്നെയാണ്. കാരണം ടോവിനോയുടെ ഒരു ക്യാരക്ടറാണ് കുറിച്ചുള്ളതാണ് ആ വീഡിയോയിൽ ശരിതന്നെ നമുക്ക് ഒരു ഇൻട്രോ എന്ന് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നു. എന്തുകൊണ്ടും ആ പാട്ട് കണ്ടവർക്ക് ടീസർ കണ്ടപ്പോൾ എന്തുകൊണ്ടും ഗുണം അറിയും. കാരണം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു അനീതിയുടെ കാര്യം തന്നെയാണ് പറഞ്ഞു പോയിട്ടുള്ളത്. എന്താണ് കുറച്ച് ഇമോഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ പാട്ടിൽ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെയാണ് ആ പാട്ട് വെച്ച് അവസാനിക്കുന്നത്. അതിൽ തുടക്കത്തിൽ ഇദ്ദേഹം ഒരു സിനിമ നടനാണ്. കുറച്ച് അടിച്ചുപൊടി ലൈഫും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഒരുപാട് പടങ്ങൾ പരാജയപ്പെടുന്നു. അപ്പോഴും അദ്ദേഹം നമ്മുടെ ഉദയനാണ് താരം എന്ന് പറഞ്ഞ പോലെ തന്നെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ രീതിയിലാണ് നിൽക്കപ്പെടുന്നത്. ഇതിൽ എടുത്ത് പറയുന്നുണ്ട് താൻ എന്തിനാണ് മറ്റുള്ളവർക്ക് ഡേറ്റ് കൊടുക്കുന്ന ഒരു ചെറിയൊരു സീനിൽ ചോദിക്കുന്നുണ്ട്. പിന്നെ രഞ്ജിത്തിനെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഈ ഫീൽഡിലോട്ട് നിൽക്കുന്ന സമയത്ത് രഞ്ജിത്തിൻ്റെ പടത്തിലേക്ക് കയറി അഭിനയിക്കുന്നു. അദ്ദേഹം ഒരു ഡയറക്ടറായിട്ടായിരിക്കും, അത് നിർമ്മാതാവായിട്ടായിരിക്കും ചിത്രത്തിൽ വന്നിട്ടുണ്ടാവുക. അതുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇടയ്ക്ക് ഭാവന കയറി വരുന്നുണ്ട്. അപ്പം സോബിൻ സാർ ചോദിക്കുന്നുണ്ട്, നീ എന്ത് പഠിക്കുക, ആരെ പഠിക്കുന്നത്, നിൻ്റെ അച്ഛനാണ് പഠിക്കുന്നത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് തന്നെ കോമഡിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, താങ്കൾ വെറും ഒരു പൊട്ടനായിട്ടുള്ള ഒരു സിനിമ തന്നെ ആണെന്ന് കേൾക്കുന്നുണ്ടല്ലോ, ആരാണ് എവിടുത്തെ സൂപ്പർ സ്റ്റാറാന്ന് ചോദിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ. അതിന് മനസ്സിലാക്കാം ടോവിനോ എന്ന് പറയുന്ന നടൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള അവസ്ഥ, പിന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് നടക്കുന്ന സംഭവ വികാസങ്ങൾ, പക്വതയില്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നടികർ എന്ന് പറഞ്ഞ മൂവിയിൽ കൊണ്ടുപോയി യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്തായാലും മെയ് 3 നടികർ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്തായാലും ടോവിനോ എന്ന് പറയുന്ന നടൻ്റെ ഒരു കോമഡി ട്രാക്കിങ്ങിനെ കാണാൻ സാധിക്കുന്നത് അതിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ലാൽ ജൂനിയെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം, മികച്ച ഒരു ക്വാളിറ്റി ടോപ്പ് നമ്പർ 1 ഡയറക്ടർ തന്നെ അദ്ദേഹം. അപ്പോൾ അദ്ദേഹം തന്നെ ഞെട്ടിക്കട്ടെ എന്ന് കാത്തിരിക്കുക. അപ്പോൾ മെയ് 3 നടികർ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ടീച്ചർ കണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ പരിഗണിക്കുക. അതുവരെയും ബൈ ഫ്രണ്ട്സ്.